ഹലോ ഗായ്സ്, ഇലക്ട്രോണിക് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു SMD സോൾഡറിങ് സ്റ്റേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷനുമായിട്ടാണ്. അപ്പം ഇത് ഒരു ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടുള്ള SMD വർക്കിന് വേണ്ടിയുള്ള ഒരു സോൾഡറിങ് അയണാണ്. അപ്പം ഇത് പല വെറൈറ്റി, പല ബ്രാൻഡ് നെയിമിൽ, പല വാട്ടേജിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. 10 വാട്ട്സ് മുതൽ 20 വാട്ട്സ് വരെയാണ് സാധാരണ ഈ ടൈപ്പ് SMD സോൾഡറിങ് സ്റ്റേഷൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് പവർ കൺസംഷനിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ വിലയും അതുപോലെ തന്നെയാണ്. ഇതൊരു 450 മുതൽ മുകളിലേക്ക് നമുക്ക് കിട്ടും. ഈ പർട്ടിക്കുലർ ബ്രാൻഡിന് ഏകദേശം ഒരു 500 രൂപ 550 രൂപയുടെ വിലയുണ്ട്. അപ്പം എനിക്ക് പേഴ്സണലായിട്ട് മറ്റൊരു സോൾഡറിങ് ഉണ്ട് ഈ SMD സോൾഡർ ചെയ്യാനായിട്ടുള്ള. അത് വേറൊരു ബ്രാൻഡിനെയാണ്. അതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ എൻ്റെ മെയിൻ ചാനലായിട്ടുള്ള ഇൻസ ഇലക്ട്രോണിക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സോൾഡറിങ് ഒരു 10 വാട്ട്സിൻ്റെ സോൾഡറിങ് ആണ്. 10-നാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇതിൻ്റെ ഈ സോൾഡറിങ് ആയ ടിപ്പ് കംപ്ലൈൻ്റ് ആണ്. അപ്പം സോൾഡറിങ് ആൻഡ് ടിപ്പിൻ്റെ പ്രശ്നം കൊണ്ട് ബാക്കി സൈഡ് വർക്കിംഗ് ആണ്. പക്ഷേ ഈ സോൾഡറിങ് ആൻഡ് ടിപ്പ് ഉണ്ടല്ലോ, ഇത് ചൂടാവുകയില്ല. അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ടെമ്പറേച്ചർ കൺട്രോളർ വർക്ക് ചെയ്യും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വേരിയേഷനൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊരു പെർമനൻ്റ്ലി അറ്റാച്ച്ഡ് ആണ്. ഈ സോൾഡറിങ് ആൻഡ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ ടിപ്പ് പെർമനൻ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഒരു റെസിസ്റ്റീവ് ഹീറ്റിംഗ് എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. ഒരു സപ്ലൈ കൊടുക്കുമ്പോൾ അത് ചൂടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ടെമ്പറേച്ചർ കൺട്രോളർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം നമ്മളൊരു CRO വെച്ചിട്ടുണ്ട്. CROയിൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം ഒന്ന് ചെക്ക് ചെയ്യാം. കാരണം ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം നല്ലൊരു പ്രത്യേകത ഒരു വേവ് ഫോമാണ്. കാരണം നമ്മുടെ മറ്റ് സോൾഡറിങ്ങാണ് വെച്ച് കമ്പയർ ചെയ്യുമ്പം നമ്മുടെ സാധാരണ മെയിൻസ് ഓപ്പറേറ്റഡ് സോൾഡറിങ്ങാണ് എല്ലാം പറയുന്നത് DC-യിലാണ് റൺ ചെയ്യുന്നത്. നമ്മൾ AC 230 വോൾട്ട് കണക്ട് ചെയ്യുമെങ്കിലും നമ്മുടെ സോൾഡറോൺ പോലുള്ള സോൾഡറിങ്ങാണൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നത് DC-യിലാണ്. ഇത് AC തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു AC സൈൻ വേവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പിൽ വേറെ ഒന്നുമില്ല. ഇതാ ഈ ഒരു പൊട്ടൻഷ്യോ മീറ്റർ, ഒരു ഓൺ ഓഫ് സ്വിച്ച്, മുകളിലായിട്ടൊരു LED ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പുറമേ എന്നുള്ളത്. ഉൾഭാഗത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് കാണാം. അപ്പം ഇത് ഒരു 12 വോൾട്ടിൻ്റെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. 230 വോൾട്ട് 12 വോൾട്ടിലേക്കുള്ള ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ ബോർഡ് നിങ്ങൾക്ക് കാണാം. ഈ ബോർഡിലാണ് ഈ പൊട്ടൻഷ്യോ മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഫാനിൻ്റെ റെഗുലേറ്റർ ഇല്ലേ, ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള റെഗുലേറ്റർ, ആ റെഗുലേറ്റർ ഈ ട്രാൻസ്ഫോമറിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ടെമ്പറേച്ചർ കൺട്രോളർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് ഇപ്പം സ്ക്രീനിൽ പബ്ലിഷ് ചെയ്യാം. അപ്പം നമ്മുടെ ഫാൻ സ്പീഡ് കൺട്രോളർ എന്ന് പറയുന്നത് ഒരു ട്രയാക്ക് ബേസ്ഡ് ആയിട്ടുള്ള AC ചോപ്പർ സർക്യൂട്ടാണ്. ആ AC ചോപ്പർ ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. ഒരു സ്വിച്ചും അതിനെക്രോസ് കണക്ട് ചെയ്യും. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഞാൻ കയ്യിൽ വെച്ച് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഇത് റെക്കോർഡ് ചെയ്യാൻ ഇത്തിരി പാടാണ്. അപ്പം ഞാൻ ഫോട്ടോസ് സ്ക്രീനിലിടാം. അപ്പം ഇതിൽ യൂസ് ചെയ്യുന്ന ട്രയാക്കിൻ്റെ മറ്റു ഡീറ്റെയിൽസൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ അതും സ്ക്രീനിലിടാൻ പറ്റും. അപ്പം ഈ ഒരു കയ്യിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് മറ്റേ കയ്യിൽ ഇത് പിടിക്കുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമുണ്ട്. ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വളരെ സിമ്പിളാണ്. നമ്മൾ ഈ പൊട്ടൻഷ്യോ മീറ്റർ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ട്രയാക്ക് ഈ AC വേവ് ഫോമിനെ പല പോയിന്റിൽ വെച്ച് ചോപ്പ് ചെയ്യുകയും, അങ്ങനെ ചോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ AC വേവ് ഫോമിൻ്റെ ആവറേജ് വാല്യൂ കുറഞ്ഞു പോകും. അങ്ങനെ ആവറേജ് വാല്യൂ കുറയുമ്പം പ്രൈമറി വാല്യൂവിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡറിയിൽ അതിൻ്റെ വാല്യൂ കുറഞ്ഞു പോകും. അപ്പം മൊത്തത്തിൽ നമുക്ക് കിട്ടേണ്ട വോൾട്ടേജ് വളരെയധികം കുറയും. അതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഇതിനെപ്പറ്റി ഞാൻ നമ്മുടെ വേവ് ഫോം നമ്മുടെ CROയിൽ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ഞാനൊരു മൾട്ടിമീറ്റർ വെച്ചിട്ട് ഞാനിത് കണക്ട് ചെയ്യുന്നുണ്ട്. മൾട്ടിമീറ്റർ ഔട്ട്പുട്ടിൽ വെച്ച് കഴിയുമ്പം ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇത് നമുക്ക് CROയിൽ കണക്ട് ചെയ്ത് കഴിയുമ്പം വേവ് ഫോമിലുള്ള ഡിഫറൻസും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനിനി ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് DSOയിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നു. ഞാൻ നമ്മുടെ പ്രോബ് കണക്ട് ചെയ്യാൻ പോകുന്നത് ലോ വോൾട്ടേജ് സൈഡിലാണ്, അല്ലെങ്കിൽ സെക്കൻഡറി സൈഡിലാണ്. അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ലോ വോൾട്ടേജ് സൈഡ് ആയതുകൊണ്ട് സേഫ്റ്റിയുടെ ഒരു ഇതുകൊണ്ട് മാത്രം ഞാൻ കണക്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പ്രൈമറി സൈഡിൽ കണക്ട് ചെയ്താലും സെക്കൻഡറി സൈഡിൽ കണക്ട് ചെയ്താലും നമുക്ക് കിട്ടാൻ പോകുന്ന വേവ് ഫോം ഒന്ന് തന്നെയായിരിക്കും. കാരണം ഇതൊരു ട്രാൻസ്ഫോമറാണ്. ഇതിൽ പ്രൈമറി സൈഡിൽ അല്ലെങ്കിൽ ഇൻപുട്ട് സൈഡിൽ വരുന്ന വേവ് ഫോം എങ്ങനെയാണോ അത് അതുപോലെ തന്നെയായിരിക്കും സെക്കൻഡറി സൈഡിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് സൈഡിലും വരാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ആ നോബൊന്ന് തിരിക്കുകയാണ്. തിരിക്കുമ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് വേവ് ഫോം ഒന്ന് നോക്കിക്കോളൂ. ഈ വേവ് ഫോം ക്ലോസ് ആയിട്ട് ഒരു ക്ലോസപ്പ് ആയിട്ട് ഞാൻ വേറെ കാണിച്ചു തരാം. അപ്പം ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം സെക്കൻഡറി സൈഡിൽ കണക്ട് ചെയ്തേ ഉള്ളൂ. അപ്പം ഈ വേവ് ഫോം എന്ന് പറയുന്നത് ഇതുപോലെയാണ് വരുന്നത്. ഒരു സൈൻ വേവ്, ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് സൈൻ വേവ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തേതെന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത്, ഇതാണ് ഓഫ് സ്റ്റേറ്റ് ആണ്, ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചറാണ് ഇപ്പോൾ വരുന്നത്. പയ്യെ ഇൻക്രീസ് ചെയ്യും തോറും കണ്ടോ വേവ് ഫോം ഇങ്ങനെ പീക്കായിട്ട് വന്ന് അത് പയ്യെ ഒരു ഫുൾ സൈൻ വേവ് ആയിട്ട് മാറുക ചെയ്യുന്നത്. ഈ ഫുൾ സൈൻ വേവ് എന്ന് പറയുന്നതാണ് നമ്മുടെ മാക്സിമം ടെമ്പറേച്ചർ. അതായത് നമ്മുടെ AC വേവ് ഫോം അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന അവസ്ഥയാണ് മാക്സിമം ടെമ്പറേച്ചർ കിട്ടുന്നത്. ഈ ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഈ ഒരു പീക്ക് വരുന്ന ഈ അവസ്ഥയാണ് ലോവസ്റ്റ് ടെമ്പറേച്ചർ. ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് നമ്മുടെ ട്രയാക്കിനെ പല ടൈമിങ്ങിൽ, അതായത് ഇൻപുട്ട് AC വേവ് ഫോമിനെ പല
ടൈമിങ്ങിൽ സാമ്പിളിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സാമ്പിൾ ചെയ്യുന്ന പോലെ പല പല സെക്ഷൻസിൽ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ കട്ട് ചെയ്യുമ്പം നമുക്ക് ഒരു പർട്ടിക്കുലർ സെക്ഷൻ തന്നെ വേവ് ഫോമിൽ നിന്ന് ഒഴിവായി പോകും. ഇതിപ്പോൾ ഈ കാണുന്നുണ്ടോ, ഇതൊക്കെ ചോപ്പ് ചെയ്തിരിക്കുന്നതാണ്. എവിടെ നിന്നാണോ പീക്ക് വരുന്നത് ആ പീക്കിലാണ് ആ പോയിൻ്റ് ചോപ്പ് ചെയ്തത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് പവർ കുറഞ്ഞു പോകും. ഇതിപ്പോഴും ഒരു AC വേവ് ഫോം തന്നെയാണ്. നമുക്ക് ഗ്രാഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ പോസിറ്റീവ് പീക്കും ഉണ്ട്, ഒരു നെഗറ്റീവ് പീക്കും ഉണ്ട്. അപ്പോൾ ഇതിപ്പോഴും ഒരു AC വേവ് ഫോം തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞു പോകും. ഇതാ ഒരു ക്ലോസ്ഡ് വ്യൂ ഒന്നുകൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ മാക്സിമം ടെമ്പറേച്ചറിൽ നിൽക്കുന്ന അവസ്ഥയാണ്. ഞാനത് അഡ്ജസ്റ്റ് ചെയ്യണം. കണ്ടോ, വേവ് ഫോം മാറുന്നത് കണ്ടോ. ഇവിടെ ഒരു ചെറിയ ഡിസ്റ്റോർഷൻ പോലെ നിങ്ങൾക്ക് തോന്നും. അത് ആ ഒരു ഇൻഡക്ടറിൻ്റെ ഒരു പ്രോപ്പർട്ടി കാരണമാണ്. നമ്മൾ സെക്കൻഡറി സൈഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻഡക്ടറിൻ്റെ ഒരു പ്രോപ്പർട്ടി കാരണമുള്ള ചെറിയൊരു ഡിസ്റ്റോർഷൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇനി ഞാൻ ഇവിടെ ഒരു മൾട്ടിമീറ്ററാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ CROയിൽ വേവ് ഫോം എങ്ങനെയാണെന്ന് കണ്ടു. ഇനി ആ വേവ് ഫോം ഇതിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് അറിയണ്ടേ. അതിനായിട്ട് ഞാനിവിടെ ഒരു മൾട്ടിമീറ്റർ കണക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു വേവ് ഫോമിൽ മാറുന്നതനുസരിച്ച് ആവറേജ് വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യണം. അതാ മീറ്ററിൽ ഡിസ്പ്ലേ നോക്കുള്ളൂ. ഞാനിപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുകയാണ്. അതിനനുസരിച്ച് കണ്ടോ സ്ക്രീനിൽ മൾട്ടിമീറ്ററിൻ്റെ ഡിസ്പ്ലേയിൽ വോൾട്ടേജ് കൂടി വരുന്നത്. അതിനൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യം, ഇതിനകത്തൊരു പച്ച കളർ LED ഉണ്ട്. അതിൻ്റെ ബ്രൈറ്റ്നസ് കൂടെ ഒന്ന് നോക്കുള്ളൂ കേട്ടോ. ഞാൻ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ്. ടെമ്പറേച്ചർ കുറയുമ്പോൾ കണ്ടോ വോൾട്ടേജ് വളരെയധികം കുറഞ്ഞു വരുന്നത്. അപ്പം ഈ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പം വേവ് ഫോമിനെ പല പോയിന്റിൽ വെച്ച് ചോപ്പ് ചെയ്യുന്നതുകൊണ്ട് ആ വേവ് ഫോം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആവറേജ് വാല്യൂ അല്ലെങ്കിൽ ആവറേജ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കുറഞ്ഞു പോകും. ആ കുറഞ്ഞുകയും കൂടുകയും ചെയ്യുന്നതാണ് നമുക്ക് വോൾട്ടേജ് കൂടുകയും കുറയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മീറ്ററിൽ കാണിച്ചു തരുന്നത്. അപ്പം ഈ കുറഞ്ഞ വോൾട്ടേജ് ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പം ആ സോൾഡറിങ് ആൻഡ് ഹീറ്റിംഗിലേക്ക് കുറഞ്ഞ ടെമ്പറേച്ചർ ചെല്ലുകയും ടെമ്പറേച്ചർ കൂട്ടുമ്പം ഫുൾ സൈൻ വേവ് കിട്ടി അതുവഴി മാക്സിമം ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഈ തരത്തിലുള്ള SMD സോൾഡറിങ് സ്റ്റേഷൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെയധികം നന്ദി.